എന്തൊക്കെ അതെന്താണ് 500 അല്ല അണ്ണാ? ഇത് 500 ഉള്ള ആ എൻ്റെ മേടിച്ചു 200 എൻ്റെ മേടിച്ച് അണ്ണാ. എന്നിട്ട് എണ്ണ അടിച്ച പൈസ എന്ത് ചെയ്യണ? നമ്മൾ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി നാളെ ഇത് ഇപ്പൊ എങ്ങനെയൊക്കെ ഇപ്പം ഈ 500 രൂപ തന്നിട്ട് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ നിന്ന് നമ്മള് നമ്മൾ 9 600 അല്ല ഇതിപ്പോ 500 ഇപ്പൊ എന്തുവാ ഒന്നും മനസ്സിലാവുന്നില്ലേ? ഇക്കാ പറയട്ടല്ലേ നെല്ല് 500 തന്ന് ഇതിനകത്തിപ്പോ 200 രൂപ എൻ്റെ മേടിച്ചത്. പിന്നെ എണ്ണ എന്തായാലും 200 രൂപയ്ക്ക് എന്തായാലും ആയി കാണുമല്ലോ. 200 എന്തായാലും ആയി കാണുമല്ലോ അല്ലേ? 300 രൂപ പൈസ ഞങ്ങൾക്ക് അതുപോലും കിട്ടിയില്ല. അതെന്ത് 600 കണക്ക് 900 കണക്ക് കിട്ടുക. അത് കിലോ 50 രൂപ വെച്ചാ നമ്മളവിടെ റേറ്റ് ഇട്ട് നമ്മൾ ചെയ്തത്. ഇതിപ്പോ നമ്മളിപ്പോ എത്ര മണിക്കൂർ നിൽക്കുക അവിടെ? രാത്രി മുഴുവൻ ചൂടത്ത് നിന്നില്ലേ? ഏത് അമ്പലക്കാരടുത്ത് പോകണമെങ്കിൽ നമുക്ക് അവിടെ പോയി സംസാരിക്കാം. അവന്മാര് വെളിച്ച് വിളമ്പേം ചെയ്തില്ല. ഏതാ ഗോവൻ? എൻ്റെ ആരും അല്ല. നമുക്ക് അവിടെ പോയി സംസാരിക്കാം, അമ്പലത്തിൽ പോയി സംസാരിക്കാം. വാ. ഇതെന്തോ ഇട്ടിട്ട് എന്തോ വേണോ ഇത്? നിങ്ങൾക്ക് അറിയാവുന്നതന്നല്ലോ. നിങ്ങളിപ്പം അത് മതിയെന്നാ നിങ്ങൾക്കിപ്പോ ഇത് കുടിക്കാൻ കിട്ടി. നിങ്ങൾക്ക് രാവിലെ തൊട്ട് 200 രൂപ എനിക്ക് കിട്ടി. ആർക്ക്? എനിക്ക് 200 രൂപ കിട്ടിയോളാം. അതെന്തോണ്ണത്? 250 അയാൾ കിട്ടി. അത് അണ്ണന് 250 കിട്ടിയോളാം. അന്നേരം എത്ര രൂപമാര് തന്ന? 6500 തന്നേ ഉള്ള. ആ അമ്പലത്തിന്റെ പേരെന്ത് വരുന്നു? ആനക്കുടി അമ്പലത്തിൽ നിന്ന് 6500 രൂപ. 6500 കിട്ടിയതുള്ള. ഇതിപ്പോ അന്നേരം ഇപ്പൊ അവനെയും വിളിച്ചിരുത്തില്ല. ഇതിപ്പോ ഞാനിപ്പോ അവനിപ്പോ എങ്ങനെ കൊടുക്കും? അല്ല അവനെ ഞാൻ വിളിച്ചോണ്ടെന്നല്ലേ അണ്ണാ. ഇതിപ്പോ ഞാനിപ്പോ എങ്ങനെ നോക്കാൻ? ഇപ്പൊ അവനെ ഞാൻ വിളിച്ചോണ്ട് അല്ലേ നിങ്ങൾക്ക് പറയാറുണ്ട്. നിങ്ങളിപ്പോ കഴിച്ചിട്ടിരിക്കുക. ഇതിപ്പോ ഞാൻ മേടിച്ചാൽ ശരിയാവത്തില്ല. എന്നാ അതാണ്ടിരിക്കുന്നു 500 രൂപ തന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ കഴിച്ചിട്ടിരിക്കുമ്പോ ഒന്നും സംസാരിച്ചാൽ ശരിയാവത്തില്ല. അല്ലണ്ണ ശമ്പളം കിട്ടിയാ? 300 കിട്ടിയുള്ള. അത് ഇവിടെ 500 ഇവിടെ 300. അതെന്തോ അത് കാര്യം? എവിടെ നിന്ന് എത്ര രൂപ കിട്ടിയെന്നേരം? 6500. 7500 എന്നല്ലേ പറഞ്ഞ നമ്മള് പോയത്? 6500 എന്നോളാം. അമ്പലക്കാര് 6500 എന്നോളാം. ഞാൻ 220 രൂപ കൊടുത്ത് പിന്നെ വണ്ടിക്ക് എണ്ണ അടിക്കാനല്ലേ നിങ്ങൾ അയാളെ വിളിക്കാൻ അങ്ങോട്ട് ഓടി. ഒരു കോപ്പം തന്നില്ല എൻ്റെ. എണ്ണ അടിക്കാനോ ഒന്നോ നിങ്ങളെ ഇങ്ങോട്ട് വന്ന് എടുത്തോണ്ട് നിങ്ങളും പൈസ തരല്ലേ എനിക്ക്? എന്നടിച്ചു തരും? 5000 എനിക്ക് അത്രയും പൈസ എന്തിനു? എനിക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണ ഒഴിക്കണമെങ്കിൽ അവിടെ പോയി സ്നേഹിച്ചാൽ മതിയാ. പൈസ കൊടുക്കണ്ടേ? വല്ലാത്ത എണ്ണണ്ടേ? ആഹാരത്തിന് പൈസ വേണ്ടേ? എന്റെ എന്നാ എടുത്തടിച്ചത്? അങ്ങോട്ട് കൂട്ടുകട എങ്ങടെ വിളിക്കാൻ പോയില്ലോ ഒരാളാ. ഞാനിപ്പോ പോയിട്ട് വന്നതാ. കഴിച്ചോണ്ടിരിക്കുന്നു. രാവിലെ ഞാൻ വിളിച്ചപ്പോ അയാള് ഫോൺ എടുത്തില്ല. മറ്റേ ഇക്ക ഷമീർ എന്നല്ലേ അയാളെ പേര്? അയക്ക ഫോൺ എടുത്തില്ല. അല്ല രാജീവിന്റെ 1300 രൂപ ഞങ്ങൾക്ക് കയറാൻ വേണ്ടി മാറ്റി വെച്ചാ. 1300 രൂപ ഞങ്ങൾക്ക് കയറാൻ വേണ്ടി മാറ്റി വെച്ചല്ലേ? ആ എനിക്ക് 800, രാജീവ് 500 അല്ലേ? നിങ്ങൾ അടിച്ചില്ലേ? പിന്നെ നിങ്ങൾ അടിച്ചല്ലോ. കൊടുത്താ? അടിക്കാൻ കൊടുത്താ നിങ്ങള്? അങ്ങനെ നഷ്ടം തന്നെ നിങ്ങൾക്കല്ലേ? ഊമ്പി അന്നേരം വന്നില്ലാതെ 400 രൂപ പോക്കറ്റ് ഇരുന്നല്ലേ? എന്നെ മനസ്സിലായോ? നമ്മള് പൊറോട്ട അടിക്കാൻ വന്നത്. പിന്നെ
ശമ്പളം എത്ര കൊടുത്തായിരുന്നു മാമ അവർക്ക്? 3 ചാക്ക് 10 രൂപയുടേതാണ് അടിച്ചത്. 3 ചാക്ക് 10 രൂപ അടിച്ച് അടിക്കാൻ പറഞ്ഞത്. ആ. പക്ഷേ 2 അടിച്ചോളൂ. 2 അടിച്ചോളൂ. 2 ചില്ലറ എടുത്തോളൂ. എങ്കിലും പറഞ്ഞ റേറ്റും കൊടുത്തു. 7000 രൂപ കൊടുത്തു. 7000 7000 കൊടുത്തില്ലേ? നമുക്കത് ശമ്പളം കിട്ടിയില്ല മാമ. എന്താ പറഞ്ഞു? ഇവന്മാരെല്ലാം കീടോടിയുടെ ആൾക്കാരാ, മനസ്സിലായേ? എനിക്ക് ആ പയ്യനൊരു പയ്യനില്ലായിരുന്നു, ഞങ്ങൾക്ക് രണ്ടൊരു ശമ്പളം കിട്ടിയില്ല. അതാ ചോദിച്ചു. 7 രൂപ അല്ലേ? 7 രൂപ കൊടുത്തല്ലേ? 7 രൂപ കൊടുത്തു. ആ, അതിനകത്തൊന്നും കുറച്ചൊന്നുമില്ല. ശരി ശരി. പിന്നെ ഒരാൾ അറിയാൻ വേണ്ടിയാ. നോക്കല ഒരാളുടെ കയറാൻ പിന്നെ അവനെ കൊടുത്തെന്ന് അറിയാൻ വയ്യ. ആ വെള്ളം വാ, വെള്ളം ഉണ്ടാണോ? അകത്ത് എന്താ കുപ്പി അവിടെ വെച്ചിട്ടുണ്ട്. ആരാ പോത്തു മാമാ? 2 ഉണ്ടോ? നമ്മളവിടെ ഉള്ളൊരു പയ്യൻ. മാമ ഇപ്പൊ എങ്ങനെയാ മാമ? എങ്ങനെയാ മാമ? എങ്ങനെയാണ് നമ്മൾ ജോലിക്ക് പോയതും പൊറോട്ട അടിച്ചൊക്കെ മറന്നോ? ഫിറ്റാണ്? ഇല്ലല്ല, കിട്ടുന്നില്ല. ആ പറ. എന്താ മേടിച്ചോ? നിന്റെ എന്താ മേടിച്ചായിരുന്നു മാമ? എൻ്റെ കയ്യിൽ 220 രൂപ മേടിച്ചായിരുന്നു. പിന്നെ 200 രൂപയുടെ എണ്ണ. ആ. കാര്യം അയാൾ അങ്ങോട്ട് വിളിക്കാൻ പോയി. 500 രൂപ അവൻ മേടിച്ചിട്ട് പോയി. ആരാ? രാജീവ്. ഏത് രാജീവ്? നമ്മളെ പയ്യനാ? എൻ്റെ കൂടെ വന്നവനാ? അല്ലല്ല, മറ്റേ പയ്യൻ രാജീവിടാ. ഇതിപ്പോ 500. 500. ആ 500 രൂപ രാജീവ് മേടിച്ചിട്ട് പോയി. ഏത് രാജീവ്? മറ്റേ ഇന്നലെ നിങ്ങൾ നൈറ്റ് ഇരുന്നാ പുള്ളി? അവൻ ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. കൊടുത്തോളാന്ന്? നീ ചോദിച്ചോ. മാമനല്ലേ മാമൻ മേടിച്ച് തന്നാൽ മതി മാമ. മാമനുമായിട്ടുള്ള ഇതിലല്ലേ വന്നത്. അയാൾ തന്നെ ചോദിച്ചാൽ ശരിയാവത്തില്ല. മാമൻ മേടിച്ച് തന്നാൽ മതി. എടാ കുരു പിടിക്കാനാ നീ അതാ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകണ്ടേ? ഞാൻ പറഞ്ഞില്ലല്ലോ അയാളുടെ അടുത്ത് കൊടുക്കാൻ. നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ മാമൻ്റെ അടുത്ത് ഇന്നലെയും പറഞ്ഞെന്തോ മാമൻ തന്നാൽ മതി. കാര്യം മാമനല്ലേ വിളിച്ചത്. ഇതിപ്പോൾ 500 തന്നിട്ടുള്ളേ. ഓക്കെ പോട്ടെ. മറ്റേ എന്ത് ചെയ്യാം? മറ്റേ പയ്യൻ ജോലിക്ക് പോയിരിക്കുന്നു മാമ. ഇങ്ങോട്ട് വരാൻ പറയണേ. പറയാം കണ്ടാ പറയാം. അവനൊന്നും കൊടുത്തില്ല. ആളുണ്ടോ? ആളുണ്ടോ? മറ്റേ മാമനാമോ? മറ്റേ മറ്റേ എന്തോ മാമ? ആര് സുഖമില്ല? ജന്നി എന്നാ കൊണ്ടുപോയില്ലേ? എന്നിട്ട് കൊണ്ടുപോയ ജന്നി വന്നോ? എപ്പോഴാ ജന്നി വന്നോ? അവൻ ജോലി ഉണ്ടെന്ന് അങ്ങോട്ട് പോയി. കുറച്ചു നേരം ഉണ്ടായിരുന്നു. ഞാൻ അതാ വിളിച്ചുകൊണ്ട് അവനെ കണ്ടില്ല. അവൻ ജോലിക്ക് വന്നു പറഞ്ഞ് പോയി. അവരാ മറ്റേ സെറ്റ് വർക്കിൻ്റെ പണിക്കാരനായിക്കോണ്ടേ അവർ വിളിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ചെല്ലണം. അതാ ഞാൻ ഇങ്ങ് വന്നത്. അടുത്തൂല നടക്കൂ വൈകിട്ടാ? ഇത് കൊണ്ടുപോകുന്നതാണോ? ഈ ജന്യം കുരുക്കും ഒന്നല്ലേ അല്ലേ? പണിയില്ല പണിയില്ല.